ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, എല്ലാവരും ഇരുന്നോളൂ. അവിടെ കസേരട്ടോ, ഉമ്മാരൊക്കെ ഇരിക്കി, ഞങ്ങളടുത്തേക്ക് വരൂലേ. അപ്പോ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരാഴ്ചക്കാലം നമ്മളെ വിരുന്നൊക്കെ ഒഴിവാക്കണേ. നമ്മള് വിരുന്നുപോക്കൊക്കെ മാറ്റിക്കൂലേ. ഈ ഒരാഴ്ച കുട്ടിക്കൊക്കെ വെക്കേഷൻ തുടങ്ങി, നിങ്ങളൊക്കെ ഫ്രീ ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുക്കേണ്ടത് താഴേക്കോട് പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സാലിയോടെ പോയി ഈ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ മക്കളൊക്കെ റെഡിയാണ് അല്ലേ? അപ്പുറത്ത് ബാക്കിലൊക്കെ അല്ലേ കുട്ടികളെ? ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ കഠിനാധ്വാനം ചെയ്തത് നിങ്ങളുടെ മക്കൾക്ക് ഒരു ഏറ്റവും സമ്പുഷ്ടമായ ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ ഈ നാട്ടിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്ന സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കുട്ടികളോട് പറയാണ്, വേഗം വളരും മക്കള് അല്ലേ? നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കേ ഒരു വലുതാകുമ്പോ അവർക്ക് പറയണം, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു IT പാർക്കുണ്ട്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത 5 വർഷം നമ്മുടെ പ്ലാനിലെ നമ്പർ 1, നമ്മളുടെ കുട്ടികൾക്ക് US-ലും UK-ലും പോകുന്നതിന് പകരം നമുക്ക് അവർക്ക് ഡോളറിലും യൂറോയിലും ശമ്പളം വാങ്ങാൻ കഴിയുന്ന ഒരു IT പാർക്ക് പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരിക എന്നതാണ്. ഇപ്പോൾ ആ ഉമ്മാർക്കൊക്കെയുള്ള സങ്കടം എന്താ? മക്കളാരും നാട്ടിലില്ല. വീട്ടിലിപ്പോ വയസ്സായൊരു ഉമ്മയും വാപ്പയും മാത്രമായി മാറും കുറച്ചുകൂടി കഴിഞ്ഞാൽ. അതിന് പകരം നമുക്ക് നമ്മുടെ നാടിനെ മാറ്റണം. 2 എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു ആഗ്രഹം. എങ്ങനെയാണോ നമ്മൾ വിദ്യാഭ്യാസം